എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി ഗോവ. ഗോവൻ പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ ബി 1958. 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ സി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഗദ്ദിസ്, ലെപ്ച, ലുഷായ്, വാർലി, ഹിമാചൽ പ്രദേശ്, സിക്കിം, മിസോറാം, മഹാരാഷ്ട്ര. ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. A1 ഗദ്ദിസ് ഹിമാചൽ പ്രദേശ്, B2 ലെപ്ച സിക്കിം, C3 ലുഷായ് മിസോറാം, D4 വാർലി മഹാരാഷ്ട്ര. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ അളവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. അലുമിനിയം, ഓക്സിജൻ, അയൺ, സിലിക്കൺ, കാൽസ്യം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ അളവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4, 1, 3, 5. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി ജിം കോർബറ്റ്. ഇന്ത്യയിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനായിരുന്നു 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട
വ്യക്തി. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മാംഗോ ഷവർ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ മാംഗോ ഷവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്? ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പത്രമാധ്യമങ്ങൾ. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ ഏതാണ്? ഓപ്ഷൻ എ ആരവല്ലി നിരകൾ. ആരവല്ലി മലനിരകളാണ് തന്നിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. ഓപ്ഷൻ ഡി 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്? സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്? ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയതാരാണ്? ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ബി റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ചാണ് ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത്. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഓപ്ഷൻ ബി ഹെമറേജ്. ഉയർന്ന രക്തസമ്മർദ്ദത്താൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്.
ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകമേത്? ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. ഓപ്ഷൻ എ ടിൻ. ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേത്? ഓപ്ഷൻ സി, ജീവകം സി. ജീവകം സി ആണ് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ സി, ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻ ഡി, റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ, ആനി ബസന്റ്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെ? കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? ഓപ്ഷൻ സി, വന്ദന ശിവ. വന്ദന ശിവയാണ് പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. ഓപ്ഷൻ ഡി, സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. ഓപ്ഷൻ ബി, ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യയാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി, 2012 നവംബർ 1. 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്?
ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഗംഗ. ഗംഗ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് പമ്പ നദി ഒഴുകിച്ചേരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? ഓപ്ഷൻ എ അറബിക്കടൽ. തന്നിരിക്കുന്നവയിൽ അറബിക്കടലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ. നിറം ഇല്ലാത്ത ഒരു സംയുക്തം. തന്നിരിക്കുന്നവയിൽ നിറം ഇല്ലാത്ത ഒരു സംയുക്തമാണ് ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. തന്നിരിക്കുന്നവയിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിറമില്ലാത്ത ഒരു സംയുക്തം. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി പക്ഷി. പക്ഷികളെക്കുറിച്ചാണ് ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ പ്രതിപാദിക്കുന്നത്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ സി ട്രിഷിയം. ട്രിഷിയമാണ് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കേരളം. കേരളമാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി കെ പി ഗോപാലൻ. കെ പി ഗോപാലനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി. കേരഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരഫെഡിൻ്റെ ആസ്ഥാനം. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തായിരുന്നു 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻ
ബി കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലായിരുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? ഓപ്ഷൻ ബി റാന്നി. റാന്നിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്താണ്? വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ഹിമാലയം. ഹിമാലയമാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഓപ്ഷൻ ഡി ഭാരതരത്നം. ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം. ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം എന്ത്? നീരാവിക്കും വായുവിനും ഒരേ ഭാരമാണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കൂടുതലാണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. നീരാവിക്കും വായുവിനും ഒരേ സാന്ദ്രതയാണ്. ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം ഓപ്ഷൻ സി നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായത് മൂലമാണ് ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം. ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ സി CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.